ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിൽ വിമാനമിറങ്ങിയതിനു ശേഷമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒമാൻ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ദ്വിദിന സന്ദർശനത്തിൻ്റെ ഭാഗമായാണ് മോദി ഇപ്പോൾ ഒമാനിലെത്തിയിരിക്കുന്നത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി ജോർദാനും ഇത്യോപ്യയും സന്ദർശിച്ച ശേഷമാണ് മോദി ഇപ്പോൾ ഒമാനിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുമെന്നതാണ്. ആ രീതിയിലാണ് പ്രതീക്ഷയുള്ളത്. ആ രീതിയിൽ ഇന്ത്യൻ സമൂഹവും ഒമാൻ സമൂഹവും ഒരുപോലെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. നയതന്ത്ര ബന്ധം 70 വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് സുൽത്താനേറ്റിൽ നരേന്ദ്രമോദി എത്തിയിട്ടുള്ളത്. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളുടെയും വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഒമാനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി, ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം അഭിസംബോധനം ചെയ്യും. കൂടാതെ ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എന്തായാലും ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കും. സ്വതന്ത്ര വ്യാപാര കരാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ കഴിഞ്ഞ 2 വർഷമായി ചർച്ചയിലാണ്. പരസ്പരം താല്പര്യമുള്ള മേഖലകളെക്കുറിച്ച് ഇരുപക്ഷവും വിശദമായ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ കരാർ അന്തിമ രൂപം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അംബാസഡർ GV ശ്രീനിവാസ് പറയുകയുണ്ടായിരുന്നു. ഏകദേശം $10.6 ബില്യൺ വരെയാണ് നിലവിൽ ഉഭയകക്ഷി വ്യാപാരമുള്ളത്. മുമ്പ് ഇത് $8.8 ബില്യൺ ആയിരുന്നു. എണ്ണയും അനുബന്ധ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ഊർജ്ജ കയറ്റുമതിയാണ് ഈ വളർച്ചയ്ക്ക് മുഖ്യ കാരണം. എന്നാൽ ഊർജ്ജ മേഖലയ്ക്ക് അപ്പുറം വ്യാപാര സഹകരണ മേഖലകൾ വിപുലീകരിക്കാൻ ഇരു രാജ്യങ്ങളും താൽപ്പര്യപ്പെടുന്നുണ്ട്. എന്തായാലും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ കൂടിക്കാഴ്ച വളരെയധികം ഫലപ്രദമാകും. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഒന്നായി മാറുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്.